ഓം ശാന്തി 10-3-2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ മനുഷ്യനിൽ നിന്ന് ദേവതയാകുന്നതിനുള്ള പഠിത്തം പഠിക്കണം, പഠിപ്പിക്കണം. എല്ലാവർക്കും ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കുമുള്ള വഴി പറഞ്ഞു കൊടുക്കണം. സംഗമയുഗത്തിലെ ഈ പഠിത്തം സ്വയം ഭഗവാൻ പഠിപ്പിക്കുന്നതാണ്. ഈ പഠിത്തത്തിലൂടെ സാധാരണ മനുഷ്യൻ ദേവതയായി മാറുന്നു, നരൻ നാരായണനായി മാറുന്നു. അതിനാൽ ഈ പഠിത്തം നാം പഠിക്കുകയും വേണം, എന്നാൽ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. നാം സ്വയം ഉയർന്നാൽ മാത്രം പോരാ, മറ്റുള്ളവരെയും ഉയർത്തണം. എല്ലാവർക്കും മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കുമുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ബാബയുടെ പരിചയം കൊടുക്കണം, സമ്പത്തിനെക്കുറിച്ചും അറിവ് കൊടുക്കണം. ചോദ്യം: ആരാണോ സതോപ്രധാന പുരുഷാർത്ഥിയായിട്ടുള്ളത്, അവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: അവർ മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കും. അവർ ധാരാളം പേരുടെ മംഗളം ചെയ്തുകൊണ്ടിരിക്കും. ജ്ഞാനധനത്തിലൂടെ മടിശീല നിറച്ച് ദാനം ചെയ്യും. 21 ജന്മത്തേക്കുള്ള സമ്പത്ത് എടുക്കും, മറ്റുള്ളവരെ കൊണ്ടും എടുപ്പിക്കും. ബാബ പഠിപ്പിക്കുന്ന ഈ പഠിത്തം ഏത് കുട്ടികളാണോ നന്നായി പഠിക്കുന്നത്, അത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത്, അവരെയാണ് സതോപ്രധാന പുരുഷാർത്ഥി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സതോപ്രധാന പുരുഷാർത്ഥികളുടെ ലക്ഷണത്തെക്കുറിച്ച് ബാബ പറയുന്നു. അവർ മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കും. കാരണം നമ്മൾ പറക്കേണ്ടത് ഒന്നിച്ചാണ്. നാം ഒരിക്കലും സത്യുഗത്തിൽ അല്ലെങ്കിൽ മറ്റെവിടെയാണെങ്കിലും ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നില്ല. എല്ലാവരും കൂടെ ഉള്ളപ്പോഴാണ് ആ ഒരു സന്തോഷവും സാഹോദര്യവും എല്ലാം നിലനിൽക്കുന്നത്. അതിനാൽ നാം ഉയരുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെയും ഉയർത്തും, അതായത് തനിക്ക് സമാനമാക്കിയെടുക്കും. ധാരാളം പേരുടെ മംഗളം ചെയ്യും. അത് ഗുണങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ, ശക്തികൾ ദാനം ചെയ്യുന്നതിലൂടെ, ജ്ഞാനം ദാനം ചെയ്യുന്നതിലൂടെ ധാരാളം പേരുടെ സേവനം അവർക്ക് ചെയ്യാൻ സാധിക്കും. ജ്ഞാനധനം കൊണ്ട് തൻ്റെ മടിശീല നിറയ്ക്കുന്നു. ബുദ്ധിയാകുന്ന മടിശീലയാണ് നാം ജ്ഞാനധനം കൊണ്ട് നിറയ്ക്കേണ്ടത്. ഇങ്ങനെ നിറച്ചിട്ട് അത് മറ്റുള്ളവർക്ക് നൽകുന്നതിനെ ദാനം ചെയ്യുക എന്ന് പറയുന്നു. ആരാണോ ജ്ഞാനം ദാനം ചെയ്യുന്നത്, അവരെ മഹാദാനി എന്ന് പറയുന്നു. ആരാണോ സതോപ്രധാന പുരുഷാർത്ഥിയായിട്ടുള്ളത്, അവർ ഇങ്ങനെയുള്ള ദാനം തീർച്ചയായും ചെയ്യുന്നു. അവർ സ്വയവും 21 ജന്മത്തേക്കുള്ള സമ്പത്തെടുക്കുന്നു, മറ്റുള്ളവരെ കൊണ്ടും എടുപ്പിക്കുന്നു. നാം സ്വയം എടുക്കുമ്പോൾ മറ്റുള്ളവർ അതിൽ നിന്ന് പ്രഭാവിതരായി പ്രേരണയെടുത്ത് പ്രചോദനമെടുത്ത് സ്വയവും ചെയ്യാൻ തുടങ്ങുന്നു. അതിൻ്റെയും പുണ്യം നമുക്ക് ലഭിക്കുന്നു. അതിനാൽ സ്വയം പഠിക്കണം, മറ്റുള്ളവരെയും പഠിപ്പിക്കണം. ഗീതം. ഓം നമ ശിവായ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്തെടുക്കുന്നതിന് ഡയറക്റ്റ് ഈശ്വരാർത്ഥം ദാനപുണ്യം ചെയ്യണം. ജ്ഞാനധനം കൊണ്ട് മടിശീല നിറച്ച് എല്ലാവർക്കും നൽകണം. 2. ഈ പുരുഷോത്തമ യുഗത്തിൽ സ്വയം സർവബന്ധനങ്ങളിൽ നിന്ന് മുക്തമായി ജീവൻ മുക്തരാകണം. ഭ്രമരി വണ്ടിനെ പോലെ ഊതി ഊതി തനിക്ക് സമാനമാക്കാനുള്ള സേവനം ചെയ്യണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്താണ് ലഭിക്കുന്നത്. അതിനായി ഈശ്വരാർത്ഥം ദാനപുണ്യം ചെയ്യണം. ഭക്തിമാർഗത്തിലും നാം ഈശ്വരൻ്റെ പേരിൽ ദാനപുണ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈശ്വരൻ്റെ ശരിയായ പരിചയം ഇല്ലാതെയാണ് നാം ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ദാനത്തിൻ്റെ ഫലവും
വളരെ കുറച്ചാണ് ലഭിക്കുക. ഒന്നിന് 10 മടങ്ങ് അല്ലെങ്കിൽ 100 മടങ്ങ് മടക്ക് വരുന്നു. എന്നാൽ ഡയറക്റ്റ് ഈശ്വരാർത്ഥം ദാനം പുണ്യം ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ഈശ്വരാർത്ഥം അർത്ഥം ഈശ്വരൻ്റെ യഥാർത്ഥ പരിചയം ഉണ്ട്. ആ പരിചയത്തിൻ്റെ ആധാരത്തിൽ ശരിയായ തരത്തിലുള്ള ദാനപുണ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ധാരാളം മടക്ക് ലഭിക്കുന്നു. 10 മടങ്ങ് റിട്ടേൺ ആണ് ഉള്ളത്. നമ്മുടെ ബുദ്ധിയാകുന്ന മടിശീല ജ്ഞാനധനം കൊണ്ട് നിറച്ച് എല്ലാവർക്കും ജ്ഞാനധനം ദാനം ചെയ്യണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ എന്ത് തരത്തിലുള്ള പുരുഷാർത്ഥം നാം ചെയ്യുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത കൽപ്പത്തിലെ എല്ലാ ജന്മങ്ങളും. അതിനാൽ ഈ ജന്മത്തിൽ നാം ബന്ധനങ്ങളിൽ നിന്നെല്ലാം മുക്തമായി ജീവൻ മുക്ത അവസ്ഥ ഇപ്പോഴേ തന്നെ അനുഭവിക്കണം. അങ്ങനെയെങ്കിൽ നാം എല്ലാ ജന്മങ്ങളിലും സുഖം അനുഭവിക്കും. ജീവൻ മുക്തി സ്ഥിതിയുടെ അനുഭവവും ഉണ്ടാകും. ഏതുപോലെ ഭ്രമരി വണ്ട് ഊതി ഊതി കീടങ്ങളെ പറക്കുവാൻ യോഗ്യതയുള്ളവരാക്കുന്നു, അതുപോലെ ജ്ഞാനവും മറ്റുള്ളവർക്ക് പതുക്കെ പതുക്കെ കേൾപ്പിച്ച് അവരെ തനിക്ക് സമാനമാക്കുവാനുള്ള സേവനം ചെയ്യണം. വരദാനം: സർവപ്രാപ്തികളുടെയും അനുഭവത്തിലൂടെ പവർഫുള്ളാകുന്ന സദാ സഫലതാമൂർത്തായി ഭവിക്കട്ടെ. ആരാണോ സർവപ്രാപ്തികളുടെ അനുഭവി മൂർത്തായിട്ടുള്ളവർ അവർ പവർഫുള്ളാണ്. ഇങ്ങനെയുള്ള പവർഫുൾ സർവപ്രാപ്തികളുടെയും അനുഭവി ആത്മാക്കൾ തന്നെയാണ് സഫലതാമൂർത്തരാകാൻ സാധിക്കുക. കാരണം ഇപ്പോൾ സർവാത്മാക്കളും അന്വേഷിക്കും സുഖശാന്തിയുടെ മാസ്റ്റർ ദാതാവ് എവിടെയാണ് എന്ന്. അപ്പോൾ താങ്കളുടെ അടുക്കൽ സർവശക്തികളുടെയും സ്റ്റോക്കുണ്ടാകും. അപ്പോഴേ എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ സാധിക്കുള്ളൂ. ഏതുപോലെ വിദേശത്ത് ഒരേ ഒരു കടയിൽ നിന്ന് എല്ലാ സാധനങ്ങളും ലഭിക്കുന്നു, ഇതുപോലെ താങ്കളും ആകണം. ഇങ്ങനെയല്ല സഹനശക്തിയുണ്ട് എന്നാൽ ഉൾക്കൊള്ളുവാനുള്ള ശക്തി ഇല്ല എന്ന്. സർവശക്തികളുടെയും സ്റ്റോക്ക് വേണം. അപ്പോൾ സഫലതാമൂർത്ത് ആകാൻ സാധിക്കും. ബാബയിൽ നിന്നുള്ള പ്രാപ്തികൾ ജ്ഞാനം, ശക്തികൾ, ഗുണങ്ങൾ എന്നിവയാണ്. ഈ പ്രാപ്തികളുടെ എല്ലാം അനുഭവം ഉള്ളവരെയാണ് പവർഫുൾ അല്ലെങ്കിൽ ശക്തിശാലി എന്ന് പറയുന്നത്. അവർക്ക് മാത്രമേ സഫലതാമൂർത്തരാകാൻ സാധിക്കുള്ളൂ. ഇന്ന് ലോകത്തിലെ ആത്മാക്കൾ സുഖശാന്തിയുടെ മാസ്റ്റർ ദാതാവ് എവിടെയാണ് എന്നന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ നമ്മൾ ആത്മാക്കളുടെ അടുക്കൽ സർവശക്തികളുടെയും സ്റ്റോക്ക് ഉണ്ടാകുന്നത്, അപ്പോഴേ എല്ലാ ആത്മാക്കളെയും തൃപ്തരാക്കാൻ സാധിക്കുള്ളൂ. ഏതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാ സാധനങ്ങളും ലഭിക്കുന്നു, അതുപോലെ നമ്മൾ ആത്മാക്കളുടെ അടുക്കൽ എല്ലാ ശക്തികളുടെയും സ്റ്റോക്ക് ഉണ്ടാകണം. ആവശ്യക്കാരുടെ ആവശ്യമനുസരിച്ച് അവർക്ക് തൃപ്തിയാകുന്നത്രയും ലഭിക്കുകയും വേണം. അപ്പോഴാണ് സഫലതാമൂർത്ത് എന്ന് പറയാൻ സാധിക്കുന്നത്. സ്ലോഗൻ: മര്യാദകൾ തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ചുവട്. ചുവടിന്മേൽ ചുവട് വയ്ക്കുക അർത്ഥം ലക്ഷ്യത്തിന് സമീപം എത്തുക. ബാബ എന്താണോ ചെയ്തത് പറഞ്ഞത് അതിനെയാണ് മര്യാദകൾ അല്ലെങ്കിൽ നിയമാവലി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ശ്രീമതം. ഇത് തന്നെയാണ് നാം ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ടത്. ആരാണോ ബാബയുടെ ചുവടിന്മേൽ ചുവട് വയ്ക്കുന്നത് അവർക്ക് ലക്ഷ്യത്തിലെത്താൻ വളരെ എളുപ്പമായിരിക്കും. ഓം ശാന്തി.